ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് നാളെ അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനമായ അലാസ്ക വേദിയാവുകയാണ്. അലാസ്കയിലെ സൈനിക താവളത്തിൽ ട്രംപും പുടിനും ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സമാധാന പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. റഷ്യ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ യുക്രൈനെ ബലികഴിച്ച് അമേരിക്ക അംഗീകരിക്കുമോ, അതോ യുക്രൈൻ്റെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാട് ട്രംപ് സ്വീകരിക്കുമോ? അലാസ്കയിൽ ട്രംപും പുടിനും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ തീരുമാനം എന്തായാലും അത് നിലവിലെ ലോകക്രമത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുറപ്പാണ്. വിശദമായി നോക്കാം. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നാളെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നത്. ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന ഉച്ചകോടിയാണിത്. അതിനു മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റും സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുമായി ട്രംപ് വെർച്വൽ കൂടിക്കാഴ്ച നടത്തി. സെലൻസിക്കൊപ്പം പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചർച്ചയുടെ ഭാഗമായി. സമാധാന കരാറിലുപരി വെടിനിർത്തൽ കരാറാണ് ആദ്യം വേണ്ടത് എന്നാണ് സെലൻസ്കിയുടെ നിലപാടിനെ യൂറോപ്യൻ നേതാക്കളും പിന്തുണച്ചു. യുക്രൈനിലെയും യൂറോപ്പിലെ ആകെയും സമാധാനം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപിനെ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പൂർണ്ണ പിന്തുണയാണ് ട്രംപിന്റെ വാഗ്ദാനം. നാളത്തെ കൂടിക്കാഴ്ചയോടെ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. യുക്രൈനിൽ യുദ്ധം തുടങ്ങിയത് പുടിനാണ്. സമീപകാലത്തെ മറ്റ് യുദ്ധങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചതുപോലെ ഇതും അവസാനിപ്പിക്കാനാകുമെന്നാണ് ട്രംപിന്റെ നിലപാട്. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റ് വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. പുടിന് ട്രംപിന്റെ മുന്നറിയിപ്പ്, അതാണ് ഒടുവിൽ വന്നിരിക്കുന്ന കാര്യം. അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യ യുദ്ധം തുടർന്നാൽ അനന്തരഫലം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പുടിനുമായി എപ്പോഴും ഉണ്ടായിട്ടുള്ളത് നല്ല സംഭാഷണമാണ്, പക്ഷേ തൊട്ടു പിന്നാലെ ധാരണ ലംഘിക്കും എന്ന് ട്രംപ് പറഞ്ഞതായി കാണുന്നു. മറ്റ്5 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച പോലെ ഇതും അവസാനിപ്പിക്കാൻ അറിയാമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ താക്കീത് സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എന്ന് ശ്രദ്ധേയമാണ്. ആദ്യം വെടിനിർത്തൽ വേണമെന്ന് സെലൻസ്കി, മറിച്ചെങ്കിൽ ഉപരോധം കടുപ്പിക്കണം എന്നതാണ് സെലൻസ്കിയുടെ നിലപാട്. യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ട്രംപ് എന്ന് നമ്മൾ കാണുന്നു. ആശങ്ക ഇതാണ്: യുക്രൈൻ പ്രദേശങ്ങൾ വിട്ടു നൽകണമെന്ന ഉപാധി റഷ്യ മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ് ആശങ്ക. യുക്രൈൻ്റെ പ്രദേശം പിടിച്ചെടുക്കാനുള്ള റഷ്യൻ നീക്കത്തിന് ട്രംപ് വഴങ്ങരുത് എന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുക്രൈൻ പ്രദേശം വിട്ടുകൊടുക്കേണ്ടി വരും എന്നത് ആശങ്കയാണെന്ന് യൂറോപ്യൻ സഖ്യകക്ഷികളും പറയുന്നുണ്ട്. വിട്ടുവീഴ്ച ചെയ്താണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുത് എന്ന ആവശ്യത്തിനും പുടിൻ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുക എന്നറിയുന്നു. മൂന്നാം രാജ്യത്തിൻ്റെ സൈന്യം യുക്രൈൻ പ്രദേശത്ത് പ്രവേശിക്കരുത് എന്ന ഉപാധി വെക്കാനും ഇടയുണ്ട്. 2014 മുതൽ യുക്രൈൻ്റെ വിവിധ പ്രദേശങ്ങളിൽ റഷ്യ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തോടെയാണ് ആവശ്യം ശക്തമാക്കിയത് പുടിൻ. ഡോണസ്ക്, ലുഹാൻസ്ക്, സപ്പോറേഷ്യ, ഖെർസൺ മേഖലകളിലെല്ലാം റഷ്യക്ക് കണ്ണുണ്ട്. പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുക്കുകയും യുക്രൈൻ തിരിച്ചു പിടിക്കുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. വിട്ടുവീഴ്ച ചെയ്യണം എന്ന ട്രംപിൻ്റെ നിലപാടിൽ യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും ആശങ്കയിലാണ്. ഏത് പ്രദേശം നൽകിയാലും അത് യുക്രൈനിലാകെ റഷ്യൻ കടന്നുകയറ്റത്തിനിടയാകുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. വെള്ളിയാഴ്ചയിലെ ചർച്ചയ്ക്ക് ശേഷം സെലൻസ്കിയെയും ചേർത്ത് ചർച്ച നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പില്ല കാര്യത്തിൽ. അടുത്ത ബുധനാഴ്ച പുടിനെയും സെലൻസ്കിയെയും ഇരുത്തി ചർച്ചയ്ക്ക് ട്രംപിൻ്റെ ആലോചനയുണ്ട്. അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. റഷ്യ കയ്യേറിയ യുക്രൈൻ പ്രദേശങ്ങളിൽ വെസ്റ്റ് ബാങ്ക് ശൈലി ആവിഷ്കരിക്കാനാണ് ആലോചന ട്രംപിൻ്റേത്. അലാസ്ക ചർച്ചയിലെ സമവായ നീക്കം അത്തരത്തിലാകാമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. പ്രദേശങ്ങൾ യുക്രൈൻ്റെ ഭാഗമാകും, സുരക്ഷാ സാമ്പത്തിക നിയന്ത്രണം റഷ്യക്ക് നൽകും എന്ന ശൈലിയാണത്. ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി റഷ്യൻ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയിൽ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അലാസ്കയിലെ എൽമെൻഡോഫ് റിച്ചാർഡ്സൺ സൈനിക താവളത്തിലാണ്. അതിന് വളരെ പ്രത്യേകതയുണ്ട്. റഷ്യയോട് ചേർന്ന് കിടക്കുന്ന US-ൻ്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനത്ത് ചർച്ച നടന്നത് പ്രതീകാത്മകമായിട്ടാണ് എന്ന് നിരീക്ഷകർ പറയുന്നു. റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന അലാസ്ക അമേരിക്ക സ്വന്തമാക്കിയത് 1867 തന്ത്രപരമായ സ്ഥാനവും ധാതു സംബന്ധമായ അലാസ്ക US-ൻ്റെ വിലപ്പെട്ട പ്രദേശമാണ് ഇപ്പോൾ. 1867 സാർ ചക്രവർത്തിയിൽ നിന്ന് വെറും $7.2 മില്യൺ അലാസ്ക വാങ്ങുകയായിരുന്നു അമേരിക്ക. ഇടപാട് നടത്തിയത് അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി വില്യം സെവാർഡ് ആണ് എന്നത് കൂടെ നമ്മൾ അറിയണം. സെവാർഡിൻ്റെ മണ്ടത്തരം എന്നാണ് അലാസ്കർ വാങ്ങലിനെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ശീതക യുദ്ധകാലത്തോടെ ചിത്രം മാറി. റഷ്യൻ നീക്കം നിരീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമായി അലാസ്ക മാറി. അമേരിക്കയുടെ ഏറ്റവും മികച്ച ഭൂമി ഇടപാടെന്നാണ് അലാസ്ക വാങ്ങലിനെ ട്രംപ് പോലും ഈ കാലത്ത് പോലും വിശേഷിപ്പിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം യൂറോപ്പുമായുള്ള ബന്ധം വഷളായ പുടിനും ചർച്ച പ്രധാനം തന്നെയാണ് എന്നത് നമ്മൾ കാണണം. ഇതാണ് അതിൻ്റെ കാര്യം. എനിക്ക് തോന്നുന്നു ലോകം പൊതുവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ്. എന്താ അതിനെപ്പറ്റി കാണുക? തീർച്ചയായും ഇത് പല കാരണങ്ങൾ കൊണ്ട്
ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഈ യുക്രൈൻ എന്ന് പറയുന്നത്. അവിടെ അത് യുക്രൈൻ നാറ്റോയുടെ ഭാഗമാവുകയും റഷ്യയെ നിരീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ റഷ്യയിലേക്ക് സൈനിക ഇടപെടൽ നടത്താവുന്ന, നേരിട്ട് സൈനിക ഇടപെടൽ നാറ്റോയ്ക്ക് നടത്താവുന്ന ഒരു കേന്ദ്രമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക റഷ്യയ്ക്കുണ്ടായിരുന്നത്. രണ്ട്, റഷ്യൻ സംസാരിക്കുന്ന റഷ്യൻ വംശജരായ ആളുകൾക്ക് നേരെ ഈ യുക്രൈനുള്ളിൽ വളരെ നീചമായ ആക്രമണമൊക്കെ ഉണ്ടാകുന്നു, തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള ആരോപണം. ഈ ആരോപണങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് റഷ്യ അവിടേക്ക് കയറിയത്. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പുടിൻ്റെ പ്രതിച്ഛായയല്ല യഥാർത്ഥത്തിൽ അതിനുശേഷം ലോകരാജ്യങ്ങൾക്ക് മുന്നിലുള്ളത്. കാരണം പുടിൻ റഷ്യയ്ക്ക് പുറത്തേക്കുള്ള യാത്ര തന്നെ വല്ലാതെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അത് മാറി. ഏറ്റവും കരുത്തുറ്റുള്ള ഒരു ഭരണാധികാരി എന്ന ഇമേജ് നിലനിന്നിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഇടപെടൽ പാശ്ചാത്യ മാധ്യമങ്ങൾ തുടർച്ചയായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ഘട്ടത്തിലാണ് ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം കൊണ്ട് വിജയമുണ്ടായിട്ടുള്ളത് എന്നുള്ള വിലയിരുത്തലിന് ഉള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ട്രംപ് ഇടപെടുമ്പോൾ എന്താണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം? ട്രംപിന് ഒരു ഡീൽ മേക്കർ എന്നുള്ള പ്രതിച്ഛായ അയാൾക്ക് നിലനിർത്തണം. ഞാൻ ഇടപെട്ട ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് ഇനി എല്ലാ കാലത്തും പറഞ്ഞു മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഈ ട്രംപ് ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും കഠിനമായ ശ്രമം അവിടെ നടത്തും. ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങളെല്ലാം അവിടെ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒന്ന്, ഇപ്പോൾ തന്നെ ഒരു മേൽക്കൈ റഷ്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം യുക്രൈനെ പങ്കെടുപ്പിക്കുന്നില്ല, മറ്റ് യൂറോപ്യൻ ശക്തികളെയും തൽക്കാലം പങ്കെടുപ്പിക്കുന്നില്ല എന്ന മട്ടിലേക്ക് ഈ കാര്യങ്ങളുടെ ഈ ഘട്ടത്തിൽ വരെയുള്ള ആലോചന ചെന്ന് നിൽക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും റഷ്യയ്ക്കൊരു മേൽക്കൈയുണ്ട്. മാത്രമല്ല സനീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1,14,443 ചതുരശ്ര കിലോമീറ്റർ ഇതുവരെ റഷ്യ യുക്രൈനകത്തേക്ക് കയറി കഴിഞ്ഞു. അതായത് ക്രിമിയ അടക്കം 2024 പിടിച്ച ക്രിമിയ അടക്കമുള്ള പ്രദേശങ്ങൾ നോക്കിയാൽ ഈ 1,14,443 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തിപ്പോൾ റഷ്യൻ സേന അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രദേശം, അതായത് ഏതാണ്ട് 19% യുക്രൈൻ്റെ പ്രദേശം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. അവിടെ നിന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് പുടിൻ ആലോചിക്കുന്ന പദ്ധതി. ആ പദ്ധതിയിലേക്ക് തന്നെ ട്രംപും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് റഷ്യയുടെ വിജയമാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഈ വലിയ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴും ആഭ്യന്തരമായി റഷ്യയിൽ ഒരു വലിയ എതിർപ്പൊന്നും ഉണ്ടാവാത്ത സാഹചര്യങ്ങളെ പിടിച്ചു നിർത്താനുള്ള കരുത്ത് പുടിൻ കാണിച്ചു. അത് പലതരത്തിലാണ് എങ്കിലും അത് അടിച്ചമർത്തലിൻ്റെ സ്വഭാവമുണ്ട്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും പുടിന് അതിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഒരു യുദ്ധ സാഹചര്യം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ദീർഘമായ ഒരു ഭരണകാലത്തിൻ്റെ ഒടുവിൽ പുടിനെതിരെ ഉണ്ടാവേണ്ട ആ എതിർപ്പ് ഒതുങ്ങിപ്പോവുകയും ചെയ്തു. കാരണം രാജ്യം ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല, ഇപ്പോൾ ഇത് ഒത്തുതീർപ്പിലെത്തിയാൽ, ഈ പറയുന്ന 1,00,000 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചുകൊണ്ടൊരു ഒത്തുതീർപ്പിലെത്തിയാൽ രാജ്യത്തിനുള്ളിൽ പുടിൻ്റെ പ്രതിച്ഛായ വർദ്ധിക്കും. മറ്റൊന്ന്, ഈ സംഘർഷം എല്ലാം ഉള്ളപ്പോഴും സാമ്പത്തികമായി തകരാതെ പിടിച്ചു നിന്നുള്ളതാണ്. ഗുരുതരമായ ഒരു തകർച്ചയിലേക്ക് റഷ്യ പോയില്ല. അവരൊപ്പിച്ചങ്ങ് മുമ്പോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി മാത്രമല്ല, ഇപ്പോൾ ഈ ഒത്തുതീർപ്പ് ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുള്ള തീരുവ സ്വാഭാവികമായും കുറയും. റഷ്യക്ക് എണ്ണ കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ പറ്റും, അവർക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റും. സത്യത്തിൽ റഷ്യക്ക് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, അവർക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ. മാത്രമല്ല, ഈ ഉക്രൈൻ നാറ്റോ അംഗത്വം ഉക്രൈന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വാദം സ്വാഭാവികമായും പുടിൻ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട്, നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉക്രൈൻ നിൽക്കും എന്ന് പറഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് റഷ്യ കരുതുന്ന ഭീഷണിയുണ്ടല്ലോ, അതും ഒഴിവാകുകയും ചെയ്യും. ആത്യന്തികമായി ഇത് ട്രംപിനും പുടിനും അനുകൂലമായ ഒരു തരത്തിലേക്കാണ് ചർച്ചകളും കാര്യങ്ങളും പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൃത്യമാണ്, അതിനകത്തെല്ലാം ഉണ്ട്. അതായത് ഒരു കാര്യമുള്ളത്, ഈ ട്രംപ് മറ്റേതെങ്കിലും ലോക നേതാക്കളുമായിട്ട് ഇരിക്കുമ്പോൾ ട്രംപ് എപ്പോഴും വിചാരിക്കുന്നത് അയാൾ കുറച്ച് ഉയർന്ന കസേരയായിരിക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ അമേരിക്കക്കാർക്ക് പൊതുവിലുള്ളതാണ്, അമേരിക്കൻ ഞങ്ങളാണല്ലോ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന ഒരു സുപ്രീമസി തോന്നൽ അവർക്കുണ്ട്. ട്രംപിന് അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ നരേന്ദ്രമോദി പറയുമ്പോഴും ട്രംപിൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ ഇയാളെക്കാൾ ഇന്ത്യയേക്കാൾ ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന്. അത് ആ ഘട്ടത്തിൽ അത് മനസ്സിലാകാത്ത ആളുകൾ, ഇപ്പോൾ BJP-കാരായിട്ടുള്ള ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന ആളുകൾ ഇപ്പോൾ അമേരിക്കയെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. അവർ മാത്രം ഓർഗനൈസർ പോലും ലോകം എഴുതി. ഓർഗനൈസർ ഇത്രയും കാലം എഴുതാതിരുന്ന ഓർഗനൈസർ പോലും ഇപ്പോൾ അമേരിക്കക്കാരെ ഒരല്പം വിമർശിച്ചുകൊണ്ട് എഴുതി തുടങ്ങി. അപ്പോഴും ശക്തമല്ല അത്. അപ്പോൾ എന്താ സംഭവം? ട്രംപ് വിചാരിക്കുന്നത് ഞാനാണ് സൂപ്പർ എന്നാണ്, ഞാനാണ് ഏറ്റവും മുകളിൽ എന്നാണ്. അതുകൊണ്ട് ഞാനിതെല്ലാം പരിഹരിക്കേണ്ടതാണെന്ന് എല്ലാ അമേരിക്കക്കാരെയും പോലെ, എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരെയും പോലെ ഞാൻ ലോകത്തെ അങ്ങ് വിധാതാവായിട്ടുള്ള ആളാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ട്രംപ്. പുടിന് പക്ഷേ
അദ്ദേഹം വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ട്രംപ് വിചാരിക്കുന്നതല്ല പുട്ടിനെ പറ്റി കരുതുന്നത്. പുട്ടിൻ ഞാനാണ് ലോകത്തിൻ്റെ തലപ്പത്ത് എന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് പുട്ടിൻ. വ്യക്തിപരമായിട്ടാണെങ്കിലും സ്വന്തം രാജ്യത്തിൻ്റെ വലുപ്പം കൊണ്ടാണെങ്കിലും. അതായത് പുട്ടിൻ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ രാജ്യത്തെ അല്ല ഭരിക്കുന്നത്, പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ ലെഗസി തനിക്കുണ്ട് എന്ന് ഇപ്പോൾ സമീപകാലത്ത് ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് പുട്ടിൻ. അതായത് അയാളുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, പക്ഷേ സോവിയറ്റ് യൂണിയൻ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ പ്രതിമയും അതിൻ്റെ ലെഗസിയും ഒക്കെ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. RSSും BJP ഒക്കെ ഹിന്ദുത്വ ഐഡൽസിനെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് പോലെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐഡൽസിനെ ഉപയോഗിക്കുകയാണ് പുട്ടിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുട്ടിനും തന്നെപ്പറ്റി കണക്കാക്കുന്നത് കുറെ കൂടെ ബുദ്ധിയുള്ള, ശേഷിയുള്ള, ലെഗസിയുള്ള നേതാവായിട്ട് തന്നെയാണ്. ട്രംപിനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ കണ്ടാണ് പുട്ടിൻ ഇദ്ദേഹത്തെ ഈ മീറ്റിംഗിന് വിളിച്ചത്. തുടങ്ങിയ ആളാണല്ലോ, ചാരനായി പണി തുടങ്ങിയ ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതെല്ലാം അറിയുന്ന ആളാണ്. കുറെ കൂടെ സമർത്ഥനാണ്. മറ്റേയാളെ പോലെ ഈ ഡയലോഗ് അടിയല്ലല്ലോ മൂപ്പരുടെ കാര്യം. അതുകൊണ്ട് ആ കാര്യത്തിൽ കുറച്ചുകൂടെ തന്ത്രപരമായിട്ടുള്ള പോയിന്റുകളുമായിട്ടാണ് പുട്ടിൻ വരുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുട്ടിൻ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. പക്ഷേ പുട്ടിൻ പോയിട്ട് നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ, നമ്മൾ ഡാറ്റാ ഷീറ്റിൽ കണ്ടതുപോലെ, ഈ പരിപാടിക്ക് അവരുടെ പദ്ധതിക്ക് ഇങ്ങോട്ട് വഴങ്ങാനൊന്നുമല്ല വരുന്നത്. അദ്ദേഹം പുട്ടിൻ ഇപ്പോഴും, ട്രംപ് ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഞാനാണ് തീർത്തത് എന്ന്. നമുക്ക് ശക്തമായിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം കേട്ടോ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു ഡീല് നടത്തിയിട്ട് ഞാനാണ് കേട്ടോ ഈ കാര്യങ്ങൾ പരിഹരിച്ചത് എന്നൊരു അവസരം എന്ന് അവകാശപ്പെടാൻ ട്രംപിന് അവസരം കൊടുക്കില്ല പുട്ടിൻ എന്ന് ഉറപ്പാണ് എനിക്ക്. ഇത് ആ നിലക്ക് ഈ യൂറോപ്യൻ യൂണിയൻ്റെയും മറ്റു നിരീക്ഷകരൊക്കെ സംശയിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും പ്രസക്തി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കാനില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്ധത്യം കാണിക്കൽ സെലൻസ്കിയെ ഏത് തരത്തിൽ അപമാനിക്കുന്നതിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സെലൻസ്കിയുമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ. അതുപോലുള്ള പരിപാടിയൊന്നും പുട്ടിൻ്റെ അടുത്ത് അദ്ദേഹം എടുക്കുകയില്ല, പുട്ടിൻ അതിന് അനുവദിക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും വലിയ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരും എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ലോകത്തെ രണ്ട് പ്രധാന നേതാക്കൾ ഇരുകൂട്ടരും പ്രതീകാത്മകം എന്ന് വിലയിരുത്തുന്ന ഒരു വേദിയിൽ നാളെ പരസ്പരം കൈകൊടുക്കും. ഒരു മേശയ്ക്കിരുപുറവും ഇരുന്ന് ലോകത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ആകെ, ഒരുപക്ഷെ ഭൂഗോളത്തിൻ്റെ ആകെ തന്നെ ജിയോ പൊളിറ്റിക്സിൽ സ്വാധീനമാകുന്ന ഒരു വിഷയം സംസാരിക്കും. ലോക സമാധാനം ഉറപ്പാക്കുന്നതിൽ അലാസ്ക ചർച്ചയുടെ പ്രാധാന്യം വലുതാണ്. അവകാശവാദങ്ങൾക്കും ക്രെഡിറ്റ് എടുക്കലുകൾക്കും അപ്പുറം സമാധാനം എന്നത് മാത്രമാകട്ടെ ഈ ചർച്ചയുടെ അടിസ്ഥാനമെന്ന് RDXും ഇവിടെ കേരളത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ട്രംപിൻ്റെ സമാധാന നൊബേൽ മോഹത്തിനപ്പുറം വലുപ്പം അലാസ്ക ഉച്ചകോടിക്കുണ്ടാകട്ടെ.